ഇന്നലെ തൃശൂരിൽ അതിരപ്പള്ളിയിൽ പ്രവേശിക്കാനെത്തിയ നമ്മുടെ വനം വകുപ്പ് മന്ത്രി ഒരു കക്ഷി തടഞ്ഞു. ആരാണെന്നല്ലേ? തൃശൂർ അതിരപ്പള്ളിയിൽ കാട്ടാന ആക്രമണം നടന്ന പ്രദേശത്തെത്തിയ വനം മന്ത്രിയെ ആന തടഞ്ഞു. കാട്ടാന ഇന്നലെ രാത്രി വാഴച്ചാൽ അടുത്ത് ചാർപ്പിൽ വെച്ചാണ് കാട്ടാന മന്ത്രി ഷിബു ബേബി ജോണിന്റെ വഴിമുടക്കിയത്. വനംവകുപ്പ് ഉദ്യോഗസ്ഥരും പോലീസും ചേർന്ന് ആനയെ തുരത്തിയ ശേഷമാണ് യാത്ര തുടരാനായത്. ആക്രമണത്തിൽ മരിച്ച മോഹന്റെ വീട് മന്ത്രി സന്ദർശിച്ചു. ജനവാസ മേഖലയിൽ ഇറങ്ങിയ ആനയെ റീലൊക്കേറ്റ് ചെയ്യാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്ന് മന്ത്രി പറഞ്ഞു. പ്രദേശത്ത് പ്രതിരോധം ശക്തമാക്കും. ഉദ്യോഗസ്ഥരുടെ അഭാവം വന്യമൃഗങ്ങളെ പ്രതിരോധിക്കുന്നതിൽ വലിയ വെല്ലുവിളിയാണെന്ന് മന്ത്രി പറഞ്ഞു. പ്രദേശത്ത് ഇന്ന് രാവിലെയും ആന എത്തിയിരുന്നു. ഷബാസ് അഹമ്മദുണ്ട്. ഷബാസ് അഹമ്മദ്, ഇതൊരു പക്ഷേ ആദ്യമായിട്ടായിരിക്കും വനംവകുപ്പ് മന്ത്രിക്ക് ആന വഴി തടഞ്ഞ് ഒരു അനുഭവം നേരിടേണ്ടി വരുന്നത്. നേരത്തെയുള്ള വനംവകുപ്പ് മന്ത്രിമാരെയൊക്കെ നാട്ടിലുള്ള ആളുകളാണ് തടഞ്ഞതെങ്കിൽ ഇപ്പോ വനംവകുപ്പ് മന്ത്രി ആന തന്നെയാണ് തടഞ്ഞിരിക്കുന്നത്, അല്ലേ? തീർച്ചയായും അരുൺകുമാർ, വനംവകുപ്പ് മന്ത്രിയെ ആന തന്നെ തടയുന്ന ഒരു സാഹചര്യമാണ്. ഇന്നലെ രാത്രിയോട് കൂടിയാണ് ആതിരപ്പള്ളി വാഴച്ചാൽ മേഖലയിലേക്ക് വനംവകുപ്പ് മന്ത്രി ഷിബു ബേബി ജോൺ എത്തിയത്. ആതിരപ്പള്ളി മേഖലയിലെയും ഈ കാട്ടാന ശല്യം ചർച്ച ചെയ്യുന്നതിനും ഒപ്പം മരിച്ച മോഹനന്റെ വീട് സന്ദർശിക്കുന്നതിനുമായിരുന്നു മന്ത്രി എത്തിയിരുന്നത്. ഇന്നലെ വാഴച്ചാൽ ഫോറസ്റ്റ് ഗസ്റ്റ് ഹൗസിലേക്ക് പോകും വഴിയായിരുന്നു ചാർപ്പ മേഖലയിൽ വെച്ചുകൊണ്ട് ഈ കാട്ടാന മന്ത്രിയുടെ വാഹനവ്യൂഹത്തിന് മുമ്പിലേക്ക് കടന്നു വന്നത്. പിന്നീട് ഏറെ നേരം മന്ത്രിയുടെ വഴി മുടക്കിക്കൊണ്ട് കാട്ടാന അത്തരത്തിൽ നിലയുറപ്പിക്കുകയായിരുന്നു. പിന്നീട് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരും മന്ത്രിയുടെ കൂടെ ഉണ്ടായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥരും അടക്കം ഈ കാട്ടാനയെ തുരത്തി ഓടിച്ചാണ് ഈ ഫോറസ്റ്റ് ഗസ്റ്റ് ഹൗസിലേക്ക് മന്ത്രിക്ക് പോകാനായത്. പിന്നീട് ഇന്ന് രാവിലെയാണ് മന്ത്രി ഈ മരിച്ച മോഹനന്റെ ഈ വൈശ്ശേരിയിലെ വീട് സന്ദർശിച്ചത്. ഏകദേശം 1 മണിക്കൂറോളമാണ് കുടുംബത്തോടൊപ്പവും നാട്ടുകാരോടൊപ്പവും മന്ത്രി ചെലവഴിച്ചത്. വിശദമായി തന്നെ അവിടെയുള്ള പ്രശ്നങ്ങൾ, ഈ കാട്ടാന ശല്യവും വന്യമൃഗ ശല്യവും ഒക്കെ മന്ത്രി കേട്ടു. ഒപ്പം തന്നെ കൃത്യമായ പരിഹാരം അതിൽ ഉടനടി ഉണ്ടാകുമെന്ന് തന്നെയാണ് മന്ത്രി പറയുന്നത്. കൃത്യമായി ആനയെ റീലൊക്കേറ്റ് ചെയ്യണമെന്നായിരുന്നു നാട്ടുകാരുടെ ആവശ്യം. മയക്കുവെടി വെച്ച് പിടിച്ച് ആനയെ മറ്റൊരു സ്ഥലത്തേക്ക്, ഉൾക്കാട്ടിലേക്ക് തുറന്നുവിടണമെന്ന ആവശ്യമായിരുന്നു നാട്ടുകാരുൾപ്പെടെ മുമ്പ് ഉന്നയിച്ചിരുന്നത്. അതടക്കം മന്ത്രി വിശദമായി കേട്ടുകൊണ്ട് ആനയെ റീലൊക്കേറ്റ് ചെയ്യാനുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്നാണ് മന്ത്രി നാട്ടുകാരോട് പറഞ്ഞിരിക്കുന്നത്. ഒപ്പം തന്നെ ഒരു ത്രിതല പ്രതിരോധ സംവിധാനം അവിടെ നടപ്പാക്കും. ഒന്ന്, തെർമൽ ഡ്രോൺ സംവിധാനം നടപ്പിലാക്കും. ആന ഏത് ഭാഗത്തേക്കാണ് വരുന്നത്, കാട്ടിൽ നിന്ന് ആന പുറത്തേക്ക് ഇറങ്ങുന്നുണ്ടോ എന്ന കാര്യമൊക്കെ മനസ്സിലാക്കാനായി തെർമൽ ഡ്രോൺ സംവിധാനം വനംവകുപ്പിന് നൽകും. ഒപ്പം തന്നെ ട്രഞ്ചും ഫെൻസിങ്ങും രണ്ടും ശക്തിപ്പെടുത്തുമെന്ന നിർദ്ദേശവും മന്ത്രി പറഞ്ഞിട്ടുണ്ട്. അത്തരത്തിൽ ഈ ഫെൻസിംഗ് പലയിടത്തും കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നില്ല. ചിലയിടത്ത് വോൾട്ടേജ് കുറവാണ്, പവറില്ല എന്നൊക്കെ നാട്ടുകാർ പരാതി.